സിൽവർ ലൈൻ വെറുമൊരു പദ്ധതിയല്ല, രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽപ്പെട്ട് വീർപ്പുമുട്ടി ശ്വാസം മുട്ടി നിലച്ചുപോയൊരു വികസന പദ്ധതിയാണ്. പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എതിർക്കുന്ന പദ്ധതികൾ പേരും മട്ടും മാറി ഭരണപക്ഷത്ത് വരുമ്പോൾ നടപ്പാക്കുന്ന കാഴ്ച കേരളത്തിൽ പതിവാണ്. സിൽവർ ലൈനിന്റെ കാര്യവും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. അത്തരം വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിന്റെ പദ്ധതിയിൽ കേന്ദ്ര റെയിൽവേ ബോർഡ് അതീവ താൽപര്യം കാണിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിൽ കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരുന്നു. പദ്ധതി വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും സ്ഥലമേറ്റെടുക്കാൻ എളുപ്പമാവില്ലെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചിരുന്നുവെങ്കിലും കേരളത്തിന് ആശ്വാസമാകുന്നതാണ് പുതിയ നീക്കം. കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി കേരയിൽ പദ്ധതി ചർച്ച ചെയ്യുവാൻ ബോർഡ് ഡയറക്ടർ FA അഹമ്മദ് ദക്ഷിണ റെയിൽവേ മാനേജർക്ക് രണ്ടാമതും കത്തയച്ചു. കേന്ദ്ര സർക്കാരും BJPയും പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷവും പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നു. എങ്കിലും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിന്റെ ഇടപെടലാണ് അനുകൂല നീക്കത്തിന് കാരണമായതെന്നാണ് സൂചന. കേരളിന് ഭൂമി വിട്ടു നൽകുന്നത് റെയിൽവേയുടെ ഭാവി വികസനത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ബോർഡിന് കത്തയച്ചിരുന്നു. കേരളിനെ പരിഷ്കരിക്കുവാൻ ശ്രീധരൻ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് സംബന്ധിച്ചാകും ചർച്ച എന്നാണ് കരുതുന്നത്. കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് അവതരിപ്പിച്ചതോടെ ഉപേക്ഷിച്ചു എന്ന് കരുതിയിരുന്ന പദ്ധതിക്കാണ് വീണ്ടും ജീവൻ വച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് കേരളത്തിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളാണ്. 2 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അതോടെ കേരളിന്റെ പ്രാധാന്യം നഷ്ടമാകുന്നില്ലേ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പദ്ധതി സ്ഥലമേറ്റെടുക്കൽ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നു. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.